ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആക്സ് റിഫ്ലക്ഷൻസ്. ഇന്ന് ഈ വീഡിയോയിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് അറിയാമോ? കോഡിനെ പറ്റിയിട്ടാണ്. ഈ പറയുന്നത് പോലെ ചില സിനിമയിലൊക്കെ കാണുന്ന കോഡ് തകർത്ത് കയറുന്ന അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഒന്നുമല്ല. നമ്മുടെ അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ CIA ഉണ്ടല്ലോ, അവരെ പോലും വെല്ലുവിളിച്ച് നിൽക്കുന്ന, അതും വർഷങ്ങളായിട്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സൂപ്പർ കോഡിനെ പറ്റിയിട്ടാണ്. അതാണ് ക്രിപ്റ്റോസ്. ഈ ക്രിപ്റ്റോസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ശില്പമാണ്. അതായത് അമേരിക്കയിലെ തന്നെ ഈ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ CIA ഉണ്ടല്ലോ, അവരുടെ തലസ്ഥാനത്തിൻ്റെ നട്ടുമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ശില്പം. എന്തായാലും ക്രിപ്റ്റോസിൻ്റെ കഥ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990-ലാണ്. അമേരിക്കയിലെ വെർജീനിയയിലുള്ള CIA തലസ്ഥാന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന് മുന്നിലായിട്ട് നടുമുറ്റത്ത് വെക്കുന്നതിനായിട്ട് ഒരു ശില്പം പണിയാൻ അവിടുത്തെ പ്രശസ്ത ശില്പകാരനായ ജിം സാൻബോണിനെ അവിടുത്തെ അധികൃതർ സമീപിച്ചു. അതിനെ തുടർന്ന് ജിം സാൻബോൺ ഒരു ഡിസൈനും തയ്യാറാക്കി ശില്പവും നിർമ്മിച്ചു. ചെമ്പും ഗ്രാനൈറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് S രീതിയിലാണ്. അതായത് ഒരു വളഞ്ഞ പുസ്തകം പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ആ ശില്പം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിയ രീതിയിലുള്ളൊരു തലവേദനയും കൂടി അവിടെ ഉണ്ടാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പാറ്റേണും ഫോളോ ചെയ്യാതെ ഇവർ കൊത്തിവെച്ചിരുന്ന ഈ 1800 ഇംഗ്ലീഷ് അക്ഷരങ്ങളിലുണ്ടല്ലോ, ചില കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതായത് ഈ ശില്പം പണിഞ്ഞ ശില്പകാരനായ ജിം സാൻബോണും CIA നിന്ന് വിരമിച്ച ക്രിപ്റ്റോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് തലവനായ എച്ച് ചേർന്നിട്ട് സങ്കീർണമായ കോഡിംഗ് രീതികൾ ഉപയോഗിച്ച് ചില സന്ദേശങ്ങളാണ് ഈ അക്ഷരങ്ങളിലൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു തമാശയായിട്ട്, അതായത് ഈ CIA ലോകോത്തര നിലവാരമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ചെറിയ ഫണ്ടെന്നുള്ള രീതിയിലാണ് ഇതിവർ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര വലിയൊരു തലവേദനയായിട്ട് ഇത് മാറും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഈ പറയുന്ന 1800 ഇംഗ്ലീഷ് അക്ഷരങ്ങളെ 4 സെക്ഷനുകളായിട്ട് തിരിക്കാം. K1, K2, K3, K4. ഈ 4 സെക്ഷനിലായിട്ട് 4 സന്ദേശങ്ങളായിരുന്നു ഇവർ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എത്ര വർഷം കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും, FBI ആയിക്കോട്ടെ, ഈ ലോകത്തിലുള്ള ജീനിയസുകൾ വരെ ട്രൈ ചെയ്തിട്ടും ആ കോഡുകൾ അയച്ചെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1998-ൽ CIA തന്നെ അനലിസ്റ്റായ ഡേവിഡ് സ്റ്റെയിൻ എന്ന അദ്ദേഹം വെറും പേപ്പറും ബുക്കും ഉപയോഗിച്ച് അതിലെ കോഡുകൾ അഴിച്ചെടുത്തു. അതായത് K1, K2, K3 എന്ന 3 സെക്ഷനിലെ കോഡുകൾ അഴിച്ചെടുത്തു. അതിനുശേഷം കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജിം എന്ന് പറയുന്ന അദ്ദേഹം ഈ കോഡ് അഴിച്ചെടുത്തു. അതായത് K1, K2, K3 എന്ന അത്രയും സെക്ഷൻ. ഈ 3 സെക്ഷനിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ? ആദ്യത്തെ കോഡെന്ന് പറയുന്നത് ഒരു കവിതയായിരുന്നു. രണ്ടാമത്തെ കോഡെന്ന് പറയുന്നത് CIA ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തായിട്ട് മണ്ണിലൊരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള സൂചന. മൂന്നാമത്തെ കോഡെന്ന് പറയുന്നത് ഈജിപ്തിലെ ഡുട്ടാഗാമൻ്റെ ശവകുടീരം തുറന്നപ്പോൾ ചരിത്രകാരനായ ഹോവാർഡ് കാർട്ടർ കണ്ട അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ 3 കോഡ് അഴിച്ചെടുത്തു. 3 കോഡിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന സന്ദേശങ്ങളും എല്ലാവരും അറിഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ തലവേദനയായത് ഏത് സെക്ഷനാണെന്നറിയുമോ? K4 എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഭാഗമാണ്. അതിൽ വെറും 97 അക്ഷരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്രയും ചെറിയ ഭാഗമായിട്ട് കൂടി ഈ പറയുന്ന എല്ലാവരും ട്രൈ ചെയ്തിട്ടും ആ കോഡിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സന്ദേശം എന്താണെന്ന് അഴിച്ചെടുക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എന്തിനു പറയുന്നു, 30 വർഷങ്ങളായിരിക്കെയാണ് ഈ ഒരു ശില്പം സ്ഥാപിച്ചിട്ട്. ഇപ്പോഴും ആർക്കും ആ കോഡ് എന്താണെന്ന് അഴിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? ഇതിൻ്റെ ശില്പകാരനായ ജിം സാൻബോണിനെ സമീപിച്ചു. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ ഈ K4 പറ്റി എന്ന് പറഞ്ഞ് കുറേയധികം ആൾക്കാർ സമീപിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹത്തിന് പാവം തോന്നിയിട്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം 3 ക്ലൂകൾ പുറത്തുവിട്ടു. അതായത് ഈ പറയുന്ന 97 അക്ഷരങ്ങളിൽ കുറച്ച് അക്ഷരങ്ങൾ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് NYAWH എന്നാണ്. അതിൻ്റെ അർത്ഥം ബെർലിൻ. അതിനുശേഷം ക്ലോക്ക്, നോർത്ത് ഈസ്റ്റ് എന്നീ അക്ഷരങ്ങളും ഇതിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അതായത് ബെർലിനിലെ ഒരു ക്ലോക്ക്. അങ്ങനെ 4ാമത്തെ സെക്ഷൻ്റെ ക്ലൂ വരെ അദ്ദേഹം പറഞ്ഞു തന്നു. എന്നിട്ടും എന്താ പറയുക, ഇതുവരെ ഈ ക്ലൂ കിട്ടിയിട്ടും ആ കോഡ് അഴിച്ചെടുക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിൽ പോലും K4 എന്ന സെക്ഷനിൽ ഒളിഞ്ഞിരിക്കുന്ന കോഡ് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം എന്താണെന്ന് ആൾക്കാരെ അറിയിക്കുന്നതിനായിട്ട്
ഇതിനെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി ഒരു രഹസ്യ ലോക്കറിൽ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ ചിലപ്പോൾ ഇത് അറിയാൻ സാധിക്കൂ. എന്താ അല്ലേ, CIA പോലെ ഒരു വലിയ അന്വേഷണ ഏജൻസിയുടെ നടുമുറ്റത്ത് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ശില്പം ഇങ്ങനെ നിൽക്കുകയാണ്, അതും വർഷങ്ങളായിട്ട്. ഇനിയിപ്പോൾ ജിംസ് ആൻഡ് ബോൺ വിചാരിച്ചാൽ മാത്രമേ ഈ പറയുന്ന രഹസ്യം നമുക്ക് അറിയാനും സാധിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കും ഈ പറയുന്ന പോലെ കോഡിങ്ങിലോ ക്രിപ്റ്റോഗ്രഫിയിലോ ഒക്കെ തന്നെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ 97 അക്ഷരങ്ങൾ വെച്ചിട്ട് കോഡൊന്ന് അഴിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. ചിലപ്പോൾ ഈ ലോകം തന്നെ വെല്ലുവിളിയായിട്ട് കാണുന്ന ഈ കോഡ് അഴിച്ചെടുക്കുന്ന ആൾ നിങ്ങളാണെങ്കിലോ? ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസുമായി അടുത്ത വീഡിയോയിൽ കാണാം.